കൊടകര കുഴൽപ്പണക്കേസിൽ ഇ.ഡി. കുറ്റപത്രം സമർപ്പിച്ചു. കലൂർ PMLA കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. 23 പ്രതികളുള്ള കേസിൽ സംസ്ഥാന പോലീസിന്റെ കണ്ടെത്തലുകളെല്ലാം ഇ.ഡി. തള്ളി. കള്ളപ്പണമാണെങ്കിലും വസ്തുവിൽപ്പനയിലൂടെ സ്വരൂപിച്ച തുകയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, സംസ്ഥാന പോലീസിന്റെ കണ്ടെത്തലുകളെല്ലാം ഇ.ഡി. തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായി എന്ന് കേൾക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങളും കൂടി നമുക്ക് വ്യക്തമാകുന്നുണ്ട്. എന്തൊക്കെയാണ് ആ കുറ്റപത്രത്തിൽ ഉള്ളത്? കാളിദാസ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 നാൾ മുൻപ് കേരള BJP രാഷ്ട്രീയത്തിലെ മേൽ പതിച്ച ഒരു ബോംബായിരുന്നു കൊടകര കുഴൽപ്പണ കേസ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇ.ഡിയുടെ കുറ്റപത്രം ഇന്ന് കലൂർ PMLA കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാന പോലീസാണ് ഈ കേസ് ആദ്യം അന്വേഷിച്ചത്. ഈ സംസ്ഥാന പോലീസ് അന്വേഷിച്ച കേസിൽ പോലീസ് കണ്ടെത്തിയിട്ടുള്ള എല്ലാ കണ്ടെത്തലുകളും ഇ.ഡി തള്ളിയിരിക്കുകയാണ്. അതായത് ഈ പണം മറ്റു മാർഗങ്ങളിലൂടെ സംഭരിച്ചതാണെങ്കിലും അത് കള്ളപ്പണമാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായിട്ട് വന്ന ഫണ്ടല്ല എന്നുള്ളതാണ് ഇ.ഡി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ പണം വന്നിരിക്കുന്നത് ഒരു വസ്തു കച്ചവടത്തിൽ നിന്ന് കിട്ടിയ പണമാണ്. അതാണ് ഈ കൊടകരയിൽ വെച്ച് മോഷണം പോയതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് സംസ്ഥാന പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയത്, അതായത് ഇത് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് കർണാടകയിൽ നിന്നെത്തിയ ഫണ്ടാണെന്നും അതേപോലെ തന്നെ കർണാടകയിലെ ഉപമുഖ്യമന്ത്രി അടക്കം BJP ഭരിച്ചിരുന്ന സംസ്ഥാനമായതിനാൽ കർണാടകയിലെ ഉപമുഖ്യമന്ത്രി അടക്കം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കണ്ടെത്തലാണ് സംസ്ഥാന പോലീസ് നടത്തിയത്. എന്നാലും ആ കണ്ടെത്തലുകളെ എല്ലാം പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ടാണ് ഇ.ഡി അവരുടെ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ കേസിൽ 23 പ്രതികളാണുള്ളത്. ഇ.ഡിയുടെ കുറ്റപത്രത്തിൽ 23 പ്രതികളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. BJPയുടെ ഫണ്ടാണെന്നുള്ള കാര്യങ്ങളൊന്നും ഇതിൽ പ്രതിപാദിക്കുന്നില്ല. അത്തരം വിഷയങ്ങളിലേക്കൊന്നും അന്വേഷണം കടന്നിട്ടില്ല. എന്തായാലും അസംഖ്യം കേസുകൾ കേരള സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഇ.ഡി അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു കേസുകൾ അന്വേഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇ.ഡിനെ മുൾമുനയിൽ നിർത്താൻ, അതായത് ഇ.ഡിക്ക് മേലുള്ള ഒരു കുന്തമുനയാക്കാനായിട്ട് ഈ കേസിനെ അവരെടുത്ത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കരുവന്നൂർ സഹകരണ ബാങ്കിലെ ക്രമക്കേടുകൾ അടക്കം ഇ.ഡി അന്വേഷിച്ചു വരികയാണ്. എന്തായാലും ഈ കേസുകളടക്കം ഈ ഇ.ഡിക്കെതിരെ സംസ്ഥാന സർക്കാരിനായിട്ട് ഉപയോഗിക്കാനായിട്ടും അതേപോലെ പ്രതിപക്ഷം ഉപയോഗിക്കാനായിട്ടുള്ള സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും 23 പ്രതികളാണ് ഈ കേസിലുണ്ടായിരിക്കുക. അതായത് തന്റെ പക്കൽ നിന്നും തട്ടിയ പണം ഈ ഒരു വസ്തു വിറ്റ പണമാണെന്ന് ധർമ്മരാജൻ പറഞ്ഞതെന്നും ഇ.ഡിയുടെ ഈ ഒരു കണ്ടെത്തലിലുണ്ട്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം, ഈ സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ പോലീസ് ഈ കേസ് അന്വേഷിച്ചപ്പോഴത്തേന് ഈ ധർമ്മരാജൻ ആദ്യം വിളിച്ചിരുന്നത് ഈ സുരേന്ദ്രൻ അടക്കമുള്ള സംസ്ഥാനത്തെ BJPയുടെ മുതിർന്ന നേതാക്കളെയാണെന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അതാണ് ഒരു BJPക്ക് വന്ന കള്ളപ്പണമാണിതെന്ന് തെളിയിക്കുന്ന രീതിയിലേക്ക് സംസ്ഥാന പോലീസ് എത്തിയത്. എന്നാൽ ഈ വിഷയങ്ങളിലേക്കൊന്നും ഇ.ഡി കടന്നിട്ടില്ല. അതായത് കേസിൽ ഈ BJPയുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ള നിലയിലാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പച്ചക്കറി ചാക്കുകളിലാണ് BJP ഓഫീസിലേക്ക് പണമെത്തിയെന്നായിരുന്നു ധർമ്മരാജൻ അന്ന് മൊഴി നൽകിയ പോലീസിന് പ്രാഥമിക ഘട്ടത്തിൽ. എന്നാൽ ആ വിഷയങ്ങളൊന്നും ഈ കുറ്റപത്രത്തിൽ പ്രതിപാദിപ്പിച്ചിട്ടില്ല. കാളിദാസ്.